നമസ്കാരം. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലുമായി വൻ ബിസിനസ് സാമ്രാജ്യം തീർത്ത കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയി ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നതിനിടെയാണ് സ്വന്തം ഓഫീസിലെ മുറിക്കുള്ളിൽ ജീവിതം അവസാനിപ്പിച്ചത്. വിജയത്തിന്റെ ഉച്ചകോടിയിൽ നിന്നിരുന്ന ഒരാളുടെ ഈ അപ്രതീക്ഷിത വീഴ്ച ബിസിനസ് ലോകത്തെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘം ബാംഗ്ലൂരുവിലെ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചത്. രേഖകളും ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. പരിശോധന പുരോഗമിക്കുന്നതിനിടയിൽ ചില സ്ട്രോങ് റൂമുകൾ തുറക്കണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അതിന് അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. പിന്നീട് ആവശ്യമായ രേഖകൾ നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓഫീസിലെ മുറിയിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓഫീസ് മുറിക്കുള്ളിൽ നിന്ന് ഒരു വെടിയൊച്ച ഉയർന്നത്. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന ജീവനക്കാർ ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോൾ ഡോക്ടർ CJ റോയി നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ രക്തത്തിൽ കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ടാക്സ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിമത്തി അദ്ദേഹം മരിച്ചു. അദ്ദേഹം തോക്കുകൊണ്ട് സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിശദീകരണം. സംഭവ സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. ഫോറൻസിക് പരിശോധനയും കഴിഞ്ഞു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ വിവരം. അതിനാൽ തന്നെ മരണകാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. റെയ്ഡ് നടന്നിരുന്ന സാഹചര്യവും മാനസിക സമ്മർദ്ദവും സാമ്പത്തിക അന്വേഷണങ്ങളുടെ തുടർച്ചയായ സമ്മർദ്ദവുമെല്ലാം ചേർന്നതാകുമോ ഈ അപ്രതീക്ഷിത തീരുമാനത്തിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുന്നത്. CJ റോയി എന്ന പേര് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒതുങ്ങിയിരുന്നതല്ല. കൊച്ചി സ്വദേശിയായ അദ്ദേഹം വ്യത്യസ്തമായ ബിസിനസ് ശൈലി കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു. കേരളത്തിലും കർണാടകയിലുമായി വൻതോതിലുള്ള ഫ്ലാറ്റ്, വില്ല പദ്ധതികൾ നടപ്പിലാക്കിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലും സജീവമായിരുന്നു. റിയൽ എസ്റ്റേറ്റിനൊപ്പം ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം, അന്താരാഷ്ട്ര വ്യാപാരം, വ്യോമയാന രംഗം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. സിനിമാ നിർമ്മാണ രംഗത്തും സാന്നിധ്യമുണ്ടായിരുന്നു. മോഹൻലാൽ ചിത്രം കാസനോവ അടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവും അദ്ദേഹമായിരുന്നു. മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ മുഖ്യ സ്പോൺസറായും കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു. ബിസിനസിനൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു റോയി. കോൺഫിഡൻസ് ഫൗണ്ടേഷൻ വഴി വിദ്യാഭ്യാസ സഹായങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഹൃദയ ശസ്ത്രക്രിയകൾ, ഡയാലിസിസ് ക്യാമ്പുകൾ, വീട് നിർമ്മാണ പദ്ധതികൾ എന്നിവയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. 200-ലധികം വിദ്യാർത്ഥികൾക്ക് കോടികൾ വിലമതിക്കുന്ന സ്കോളർഷിപ്പുകൾ നൽകിയതായും രേഖകളുണ്ട്. ഇത്രയും പോരാടി മുന്നേറിയ ഒരാൾ ഇങ്ങനെയെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇമേജ് തകരുമെന്ന ഭയമാണോ, നിയമ നടപടികളുടെ സമ്മർദ്ദമാണോ, അതോ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? ഇതൊന്നും ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലെത്തൂ എന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.